ഉമറിന്റെ നീതിക്ക് അതിരുണ്ടോ? അത് അറിയുന്ന മനസ്സുകളിവിടുണ്ടോ? നിവരാതെ കുമ്പിട്ടൻ കണ്ണു നനഞ്ഞല്ലോ. സുബഹിക്ക് പാറുന്ന പൂവാലൻ പക്ഷിക്ക് സുബ്ഹാനെ സംഗീതം തോന്നുന്നുണ്ടെന്നോട്. കൊച്ചി നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്ന ചിഹ്നം കാള. എൻ്റെ ചിഹ്നം BJPയുടെ താമര തിന്നുന്നതായിരിക്കും. ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്ത് കുറച്ച് ആളുകളെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടുകയും നിങ്ങൾ ഒരുപാട് ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്തിരുന്നു. അന്ന് അവിടുന്ന് പോരുമ്പോൾ നമ്മളോട് അവർ ചോദിച്ചിരുന്നു, ഇനി നിങ്ങൾ എന്നാണ് വരിക എന്നുള്ളത്. വളരെ പെട്ടെന്ന് വരാമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും മറുപടി കൊടുത്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ തിരക്ക് അഭിനയിക്കുന്നത് കൊണ്ട് ഇതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ്. അവർക്കുള്ള ഫുഡൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ നാസറെ, ഇത് ഫുഡ് കയറ്റിയാലോ? പോണ വഴിക്ക് കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് വാങ്ങാണ്ട്. അപ്പൊ കേട്ടോ വരി. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോഴേ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്നു. അത് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവിടുത്തെ ആള് പറഞ്ഞു ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കിട്ടൽ വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങുന്നുണ്ട്. എന്തായാലും 1 കിലോ ആപ്പിൾ എടുക്കും. നമ്മളൊക്കെ യാത്രകളിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരുപാട് പേരെ കാണാറില്ലേ? ആരോടൊന്നില്ലാതെ സംസാരിക്കുന്നവർ, ആരോടൊന്നില്ലാതെ പുഞ്ചിരിക്കുന്നവർ, മുഷിഞ്ഞ വസ്ത്രങ്ങളും ഒട്ടിയ വയറുമായി കഴിയുന്നവര്. അവർക്കൊക്കെ ഒരു പേരുണ്ടായിരുന്നു, ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ മാനസിക രോഗം അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്തു കളഞ്ഞു. അവരോടൊപ്പമാണ് നമ്മൾ അല്പസമയം ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാണുന്നതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ നമ്മളെ വീഡിയോയില് നല്ല പാട്ട് പാടി. എന്താ പേര്? റാഫി. എവിടെ വീട്? കണ്ണൂർ കമ്പിലല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ടോ? എത്ര വർഷമായി ഇവിടെ? 3 വർഷമായിട്ട് ഇവിടെ ഉണ്ട് റാഫി. നമുക്കൊരു പാട്ട് പാടും. പാടിക്കാണി, നല്ല പാട്ട്. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീലാതനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നത്തീരുലോകമികിയൻ സുബ്ഹാനേ. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീലാതനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നത്തീരുലോകമികിയൻ സുബ്ഹാനേ. രാവിൽ ഞാനെന്നും മനനൊന്ത് കേയുന്ന്, റബ്ബേ ഇരുളന്റെ ചുറ്റും നിറയുന്ന്. രാവിൽ ഞാനെന്നും മനനൊന്ത് കേഴുന്ന്, റബ്ബേ ഇരുളന്റെ ചുറ്റും നിറയുന്ന്. രാവേറെയായാറുറങ്ങാതെ ഞാനെന്റെ രാജാനം കൈവിന്നിൽ വീട്ടുന്നു. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീലാതനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നത്തീരുലോകമികിയൻ സുബ്ഹാനേ. കൂടി പാട്ടോട്, നല്ല പാട്ടോട് വരും. നല്ല പാട്ടടിക്കാൻ. ഇത് കഴിഞ്ഞാലും പാടില്ല, വേറെ പാട്ടില്ലേ? ഈ ഒരു പാട്ടുകാരുള്ളൂ. എന്തായിക്കോട്ടെ. ലജ്ജാവതിയെ എന്റെ കള്ളക്കാട കണ്ണിൽ, ലജ്ജാവതിയെ എന്റെ കള്ളക്കാട കണ്ണിൽ, കണ്ണേ പൂവോ തമേനോ തേനിലാവോ, മലമ്പു മുത്തോ മള്ളിക്കിടുമ്പോ മായോ മെയ്യും മിണ്ടാത്തെ ജനിച്ചില്ലാത്ത കത്ര അറിയും. എന്നാ വേറെ പാട്ടോടെ? ഒരു പാട്ട് പാടി, വേറെ പാട്ട്. പാട്ടോടെ കിട്ടുന്നേ. നല്ല പാലില്ല പുഞ്ചിരി തൂകുമാ സുന്ദരി പൂമകൾ ഫാത്തിമ, മല്ലിബാരാലിന്റെ നല്ലുവാൽ നിരുവ പൂമകൾ ഫാത്തിമ. ഇശൽ മൂളും കുഞ്ഞിക്കിളിയേ, ഗസൽ പാടും പുള്ളിക്കുയിലേ. ഇശൽ മൂളും കുഞ്ഞിക്കിളിയേ, തിരുമക്ക മദീന കണ്ടു എൻ്റെ പൂങ്കുയിലേ. തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ. ഭാരത് പബ്ലിക് പാർട്ടി
ആണ് എൻ്റെ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, മതവിശ്വാസമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മഹാദേവ വിശ്വാസികളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് യുഗാന്തരങ്ങളായിട്ട് ഇന്ത്യയിൽ എവിടെ മത്സരിക്കണം പറഞ്ഞാല് കൊച്ചി നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്ന ചിഹ്നം കാള. എൻ്റെ ചിഹ്നം BJPയുടെ താമര തിന്നുന്നതായിരിക്കും. കാരണം ഇത് മതവിശ്വാസമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇത് നിങ്ങളെ വിജയിപ്പിച്ച് ജനങ്ങളെ ഏറ്റെടുക്കുകയാണെങ്കിൽ എൻ്റെ പാർട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അതാ നിങ്ങളെന്നെ ഉൾക്കൊള്ളില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കും. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന 2 പേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇദ്ദേഹം ഗൾഫിൽ ഉന്നത ജോലിയിലുള്ള ഒരാളായിരുന്നു. അവിടുന്ന് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് നട്ടലിലൊക്കെ തകർന്ന് അങ്ങനെ മാനസിക വൈകല്യം സംഭവിച്ച ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. ഭാര്യ കുട്ടികളെ നോക്കാനും കുടുംബത്തെ നോക്കാനൊക്കെ വേണ്ടി ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സംരക്ഷണം ഇവിടുത്തെ സ്ഥാപനം ഏറ്റെടുത്തതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പള്ളിയിലെ മുഅദ്ദിനും അതുപോലെ തന്നെ ഇമാമും ഒക്കെ ആയിരുന്നു. കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം തന്നെ ഇതുപോലെ തന്നെ ഒരു നിമിഷത്തിൽ മനസ്സ് തെറ്റിപ്പോയി അങ്ങനെ ഉള്ള ഒരാളാണ്. ഇങ്ങനത്തെ 20 പേരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ സ്ഥല പരിമിതികൾക്ക് കാരണം ഒരുപാട് അപേക്ഷകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഇവരൊക്കെ തീറ്റി പോറ്റുക എന്നുള്ളത് വലിയ ഒരു ചെലവ് വരുന്ന സംഭവം തന്നെയാണ്. കാരണം ഇവരുടെ ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ ഇവരുടെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. എന്തായാലും ഇവരോടൊന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാം. ബാക്കി കാര്യങ്ങൾ ശേഷം പറയാം. നമ്മുടെ വീട്ടിലെ ഇതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെക്കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന 20 പേരെയാണ് നമ്മൾ ഏവർക്കും അറിയാവുന്ന ബഷീർ ഫൈസി വെണ്ണക്കോട് ഉസ്താദ് ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ട ഭക്ഷണം, പാർപ്പിടം, അതുപോലെ തന്നെ മരുന്ന് എല്ലാം നൽകി, വസ്ത്രങ്ങളൊക്കെ നൽകി സംരക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാലോ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ പരിചരിക്കാൻ ഭയങ്കരമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല വൈദഗ്ധ്യം വേണം, നല്ല ക്ഷമ വേണം. അപ്പോൾ നമ്മുടെ ഹക്കീം മഹസിനി ഉസ്താദാണ് ഇവരുടെ പരിചരണങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ചെലവാണ് വരുന്നത്. 20 പേരെ സംരക്ഷിക്കാൻ ഏറ്റവും മിനിമം ഒരു മാസം 1 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. അതായത് ഒരാൾക്ക് 5000 രൂപയാണ് ചെലവ് വരുന്നത്. 2 പേരെ എന്തായാലും പേയ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് ഇവർ പോകുന്നുള്ളത് നമുക്കൊക്കെ ഉറപ്പാണ്. സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ച് ആനയിക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. നാളേക്ക് ദുനിയാവിലുള്ളതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ചെലവായിട്ട് പോകും. ബെയ്മൻ എന്തായാലും എല്ലാ മാസവും ഇവരുടെ 2 ആളുടെ പരിചരണം ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി 18 പേരുണ്ട്. 5000 രൂപ ഓരോ മാസവും കൊടുത്ത് ഇവരെ സംരക്ഷിക്കാൻ കഴിയുന്നവർ ഓരോരുത്തരെയും ഏറ്റെടുക്കുക. ഇനി 5000 കൊടുക്കാൻ കഴിവില്ലാത്തവർ 2500 രൂപ കൊടുക്കുക. 2500 രൂപ കൊടുക്കാൻ കഴിവില്ലാത്തവർ 1000 രൂപ ഓരോ മാസം കൊടുക്കുക. ഇനി 1000 രൂപയും കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ മാസം 500 രൂപ കൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യുക, ഈ പദ്ധതിയോട് നിങ്ങൾ ഐക്യപ്പെടുക. കാരണം ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഇവരോടൊത്ത് ഒരു ദിവസം ചെലവഴിച്ചു കഴിഞ്ഞാലാണ് നമുക്കത് ബോധ്യമാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇവർക്കൊക്കെ പരിചരണം നൽകുന്ന, അതുപോലെ തന്നെ ഇവർക്ക് നേതൃത്വം നൽകുന്ന ബഷീർ ഫൈസി ഉസ്താദിനും അതുപോലെ തന്നെ ഇവരുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.